എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് കൂടെ ചെയ്യുക. പുതിയ കൂട്ടുകാർ ഈ ചാനൽ കാണുന്നുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഇന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സൈസിലുള്ള ഹാൻഡ് ബാഗ് സിമ്പിളായിട്ട് തയ്ച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പഴയ ഒരു ഫ്രോക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് 2 ബാഗ് തയ്ച്ചെടുത്താണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഇതിലേതാണ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്ച്ചെടുക്കണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാണ് പഴയ ഫ്രോക്ക് കേട്ടോ. അപ്പോൾ ഇത് കുറേ യൂസ് ചെയ്തിട്ടുള്ള ഫ്രോക്കാണ്, നല്ല തുണിയാണ്. പിന്നെ ഇതിൻ്റെ സിബൊക്കെ പോയി, പിന്നെ ഇതിന് ഇറക്കമൊക്കെ കുറഞ്ഞു. എൻ്റെ മോഡൽ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ വിചാരിച്ച് ഇതും കൊണ്ട് നല്ല 2 ബാഗ് തയ്ക്കാനുള്ള തുണിയുണ്ടല്ലോ, എന്നാൽ പിന്നെ ഇന്ന് അത് വെച്ചാകാം നമുക്ക് ബാഗ് തയ്ക്കുന്നതെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇത് ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇതൊന്ന് എടുക്കണം. എന്നിട്ട് ഈ ഒരു തുണി നല്ലോണം ഒന്ന് തേച്ചുകൂടെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ പീസ് ചെയ്ത് ആ ഒരു ബാഗിനുള്ളത് കറക്റ്റായിട്ട് അളവിൽ കട്ട് ചെയ്ത് ഒരു വശത്ത് സ്റ്റിപ്പ് ഒട്ടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, 2 പീസ് കേട്ടോ. പിന്നെ ആ ഉടുപ്പിൻ്റെ തന്നെ ലൈനിങ്ങും 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിഫില്ലാത്തവർ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പൊക്കെ ഞാൻ സ്റ്റിഫില്ലാതെയും നമ്മുടെ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ ഉപയോഗിച്ച് ബാഗ് തയ്ക്കുന്ന കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ ബാഗ് തയ്ച്ച് കഴിയുമ്പോൾ അടുത്ത ബാഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവർ ഉപയോഗിച്ചിട്ടാണ് അടുത്ത ബാഗ് തയ്ക്കുന്ന കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ആദ്യം തയ്ക്കുന്ന ബാഗിന് വേണ്ടി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന തുണി 13 ഇഞ്ച് വീതി 13 ഇഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാഗ് തയ്ക്കാനുള്ള തുണിയും ലൈനിങ്ങും കൂടെ 4 പീസും കൂടെ ഒരുപോലെ ഇട്ടിട്ട് അതിൻ്റെ താഴ്ഭാഗത്തുനിന്ന് നമുക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഞാൻ എടുത്ത അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇഞ്ച് വെച്ചാണ് കേട്ടോ. 3 ഇഞ്ച് വീതി 3 ഇഞ്ച് നീളം എടുത്തിട്ട് സ്ക്വയറായിട്ട് വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് 2 സൈഡിൽ നിന്നും ഈ ഒരു സെയിം അളവ് തന്നെ അടയാളം ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് അടയാളം ചെയ്തിട്ടുണ്ട്, 3 ഇഞ്ച് വീതി 3 ഇഞ്ച് നീളം അടയാളം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്ക്വയറായിട്ട് വരച്ചു കൊടുത്ത് ഇതാ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത സൈഡിലേക്ക് ആ ഒരു കട്ട് ചെയ്ത തുണ്ടെടുത്ത് ഇതാ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് ചോക്ക് കൊണ്ട് അടയാളം ചെയ്ത് അവിടെ കൂടെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 2 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമുക്ക് ലൈനിങ് അങ്ങ് മാറ്റിയിട്ട് നമുക്ക് ബാഗിൻ്റെ തുണി ഇങ്ങോട്ട് എടുക്കുക കേട്ടോ. ആ 2 പീസ് കൂടെ ഒരുമിച്ച് എടുത്തിട്ട് ഇതുപോലെ 2ആയിട്ടങ്ങ് മടക്കുക. 2ആയിട്ട് മടക്കിയതിന് ശേഷം ഇനി നമുക്ക് ചുരിദാറിൻ്റെയൊക്കെ കഴുത്തൊക്കെ അടയാളം ചെയ്യുന്ന പോലെ, കൈക്കുഴിയൊക്കെ അടയാളം ചെയ്യുന്ന പോലെയാണ് ഈ ബാഗിന് നമ്മൾ അടയാളം ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു 3 ഇഞ്ച് അകലം ഞാനൊന്ന് അടയാളം ചെയ്തിട്ടുണ്ട്. കഴുത്തിൻ്റെ അകലം എടുക്കുന്ന പോലെ തന്നെ ഒരു 3 ഇഞ്ച് അകലം എടുത്തിട്ട് താഴോട്ട് ഒരു 2.5 ഇഞ്ച് ഇറക്കവും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ 3 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴെ 2.5 ഇഞ്ച് അടയാളം ചെയ്തെടുത്തേക്ക് ഇത് റൗണ്ടായിട്ട് അങ്ങ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഡ്രസ്സിൻ്റെയൊക്കെ കഴുത്തിനൊക്കെ അടയാളം ചെയ്യുന്ന പോലെ തന്നെ അതുപോലെ വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് നമുക്ക് ഈ ഷോൾഡർ ഇളക്കുന്ന പോലെ തന്നെ നമുക്കൊരു 2 ഇഞ്ച് ആ 3 ഇഞ്ച് കഴുത്തിന് വേണ്ടി അടയാളം ചെയ്ത് അവിടുന്ന് നമുക്കൊരു 2 ഇഞ്ച് അകലം അടയാളം ചെയ്തിട്ട് പിന്നെ ഇതാ തുണിയുടെ എൻഡിൽ നിന്നും താഴോട്ടൊരു 3 ഇഞ്ച് അടയാളം ചെയ്തിട്ട് ആ 2 ഇഞ്ച് അടയാളം ചെയ്തെടുത്തുനിന്ന് ഇതാ താഴോട്ട് അങ്ങ് ചരിച്ച് വരച്ച് കൊടുക്കുക. ആ 3 ഇഞ്ച് താഴ്ചയിലേക്ക് ചരിച്ച് ഇതാ ഇതുപോലെ വരച്ച് കൊടുക്കുക. ഇപ്പോൾ കൈക്കുഴി പോലെ ഷേപ്പായിട്ട് വരച്ചിട്ടുണ്ട്. റൗണ്ടായിട്ട് കഴുത്തിൻ്റെ ആകൃതിയിൽ നമ്മൾ നടുക്കും വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ വരച്ചത് അതേപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റുക. ഇതാ കഴുത്തിൻ്റെ ആകൃതിയിൽ റൗണ്ടിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതാ സൈഡിൽ നിന്ന് ചരിച്ച് വരച്ച് അവിടുന്ന് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പം ബാഗിൻ്റെ 2 പീസും ഒരേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്നറിയാമോ, ഒരു പോക്കറ്റ് പിടിപ്പിക്കണം. ആദ്യം പോക്കറ്റ് തയ്ച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി നീളമുള്ളൊരു തുണി എടുത്തിട്ടുണ്ട്. ആ തുണി ഒന്ന് 3 സൈഡും ഒന്ന് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ. 3 സൈഡും തയ്ച്ചെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ സ്വല്പം ഒരു ഓപ്പൺ ഇട്ടിട്ട് ബാക്കിയുള്ള സ്ഥലം തയ്ച്ച് അതൊന്ന് നല്ല വശം ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ 3 സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല വശം ആക്കി എടുക്കുക. നല്ല വശം ആക്കി എടുത്തതിന് ശേഷം നല്ല വശം ആക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം ഓപ്പൺ ചെയ്തിട്ട് അതിന്ന് ഇതുപോലെ ഒന്ന് ഒരുപോലെ മടക്കി വെച്ചിട്ട് അവിടെ ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ. അത്രയും ഭാഗം ഒന്ന് നേരെ തയ്ച്ച് വെക്കുക. അപ്പം പോക്കറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലൈനിങ് എടുക്കുക കേട്ടോ. ലൈനിങ് എടുത്തിട്ട് ലൈനിങ്ങിൻ്റെ നടുക്ക് ഭാഗത്തോട്ട് നമ്മൾ ആ പോക്കറ്റ് തയ്ച്ച് ഇതുപോലെ എടുത്ത് വയ്ക്കുക. എടുത്ത് വെച്ചിട്ട് അതിൻ്റെ 3 സൈഡും ഒന്ന് തയ്ച്ച് വെക്കുക. മേൽഭാഗം ഓപ്പൺ ആക്കിയിടുക. അപ്പം നമ്മുടെ ലൈനിങ്ങിൻ്റെ ഏകദേശം ഒരു 4 ഇഞ്ച് താഴ്ചയിലാണ് കേട്ടോ ഈ പോക്കറ്റ് പിടിപ്പിച്ചിരിക്കുന്നത്. കറക്റ്റ് സെൻറ്റർ ഭാഗം നോക്കിയിട്ട് അങ്ങനെ പോക്കറ്റ് എടുത്ത് കറക്റ്റായിട്ട് വെച്ച് പിടിപ്പിക്കണം. പിന്നെ ബാഗിന് വേണ്ട 2 വള്ളി ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബാഗിൻ്റെ വള്ളിയുടെ നീളം 15 ഇഞ്ചാണ് കേട്ടോ.
1 ഇഞ്ച് വീതിയിലാണ് തയ്ച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് തയ്ച്ച് വെക്കണം. അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ തുണി എടുക്കുക. തുണി എടുത്തിട്ട് ഇതാ ഷോൾഡർ ഭാഗം പോലെ കട്ട് ചെയ്ത് ആ ഭാഗത്തോട്ട് വള്ളി ഇതുപോലെ 2 സൈഡിലേക്കും വെച്ചിട്ട് 2 സൈഡും അങ്ങ് തയ്ച്ച് വെക്കണം കേട്ടോ. അപ്പോൾ 2 പീസിലും ഇതേപോലെ തന്നെ വള്ളി വെച്ചിട്ട് തയ്ച്ച് വെക്കണേ. അപ്പോൾ വള്ളി 2 സൈഡിലും തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലൈനിങ് പീസ് എടുക്കുക. 2 പീസുമാണ് അത്. 2 പീസും ഒരുമിച്ചിട്ടിട്ട് ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗവും പിന്നെ കൈക്കുഴി ഒന്ന് നമ്മുടെ ബാഗിൻ്റെ തുണി വെച്ച് ഒന്ന് അടയാളം ചെയ്തിട്ട് അതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ആദ്യം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിവിടെ കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലൈനിങ് പീസിൻ്റെ 3 സൈഡ് ഒന്ന് തയ്ച്ചെടുക്കണം. നമ്മുടെ ബാഗിൻ്റെ തുണിയും 3 സൈഡും ഒന്ന് തയ്ച്ചെടുക്കണം ആദ്യം. അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. ഇപ്പോൾ ലൈനിങ് പീസാണ് എടുത്ത് രണ്ടും കൂടെ വെച്ചേക്കുന്നത്. അതിൻ്റെ സൈഡും പിന്നെ ഈ സൈഡും പിന്നെ താഴ്ഭാഗവും ഇതുപോലെ 3 സൈഡ് തയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബാഗിൻ്റെ തുണി എടുത്ത് വയ്ക്കുക. അതുപോലെ എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ 3 സൈഡും ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ഒപ്പം വെച്ചിട്ട് ഇതാ സൈഡിൽ നിന്ന് അവിടവും പിന്നെ ഈ സൈഡും താഴ്ഭാഗവും അത്രയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്ക് ആ ബാഗിൻ്റെ തുണി നമുക്കൊന്ന് ഇതുപോലെ നല്ല വശം ആക്കിയെടുക്കാം. നല്ല വശം ആക്കിയെടുത്തിട്ട് നമുക്ക് ലൈനിങ് നല്ല വശം ആക്കണ്ട. ലൈനിങ്ങിൻ്റെ ഇതുപോലെ 3 സൈഡ് ക്ലോസ് ചെയ്താണല്ലോ, അത് നല്ല വശം ആക്കണ്ട. ഇനി നമുക്ക് ആ ഇതിൻ്റെ ഉള്ളിലേക്ക് ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് ആക്കി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ആ മേൽവശം എന്ന് പറഞ്ഞാൽ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടില്ല, കൈക്കുഴി പോലെയും കഴുത്ത് പോലെയൊക്കെ കട്ട് ചെയ്തിട്ടില്ലേ. അപ്പോൾ ലൈനിങ്ങും ബാഗിൻ്റെ തുണിയും കൂടെ ഒരുപോലെ വെച്ചിട്ട് റൗണ്ടായിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ തയ്ച്ചെടുക്കണം കേട്ടോ. ഇനി ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തോട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പോന്തി കൊടുക്കണം കേട്ടോ. പോന്തി കൊടുത്തതിന് ശേഷം വേണം ഇനി ആ ലൈനിങ്ങിൻ്റെ ഭാഗത്തൂടെ നമ്മുടെ ബാഗിൻ്റെ തുണി നല്ല വശമാക്കി എടുക്കുക. താഴ്വശം നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തില്ല, അതിലൂടെയാണ് കേട്ടോ ഇത് നല്ല വശമാക്കി എടുക്കുന്നത്. ഇങ്ങനെ പുറത്തോട്ട് എടുക്കുക. ഇനി നല്ല ഷേപ്പാക്കി എടുക്കണം. ബാഗ് നല്ലോണം നല്ല വശമാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ചു കൊടുത്തയക്കണം കേട്ടോ. ആ കഴുത്തിൻ്റെ ആകൃതി കൈക്കുഴിയുടെ ആകൃതിയിലൊക്കെ ഷേപ്പായിട്ട് കട്ട് ചെയ്തില്ല, അതിലൂടെ നല്ല വശത്തോടെ ഒന്ന് പതിച്ച് വെച്ചേക്കണേ. അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ബാഗൊന്ന് ഇതുപോലെ ചീത്തവശമാക്കി എടുക്കുക. അതിന് ശേഷം ഇങ്ങനെ താഴെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തില്ല, ആ 2 സൈഡും ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ജോയിൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിവിടെ ഞാൻ കാണിക്കുന്നില്ല, അതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും നല്ല വശമാക്കി എടുക്കണം നമ്മുടെ ബാഗ് കേട്ടോ. അപ്പോൾ ബാഗ് നല്ല വശമാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാഗിൻ്റെ താഴെ വശത്തോടെ നമ്മൾ ആ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്തില്ലേ, അപ്പോൾ അത് നല്ല വശമാക്കിയിട്ട് അവിടെ കറക്റ്റായിട്ട് എടുത്തിട്ട് സൈഡിൽ കൂടെ നേരെ ഒന്ന് തയ്ച്ച് വെക്കണം. ഇത് നല്ല വശത്തോടെയാണ് തയ്ച്ച് വെക്കുന്നത്. അപ്പോൾ 2 ഭാഗവും അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് തയ്ച്ച് വെക്കണം. അപ്പോൾ ഒരു സൈഡ് ഞാനിത് നേരെ തയ്ച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത ഭാഗം എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട്
അവിടെ കൂടെ അതേപോലെ തന്നെ നേരെ ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ. നല്ല സ്റ്റൈലും ബാഗല്ലേ, ഇതാ സിമ്പിളായിട്ട് തയ്ച്ചെടുത്ത് ബാഗിൻ്റെ തയ്യലെല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഓപ്പൺ വരുന്നിടത്ത് നമുക്ക് ഒന്നെങ്കിൽ വെൽക്രോ അല്ലെങ്കിൽ നമുക്ക് പ്രസ് ബട്ടൺ ഉണ്ടെങ്കിൽ അത് തയ്ച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് പ്രസ് ബട്ടൺ ഉണ്ട് എൻ്റെ കയ്യിൽ, അപ്പോൾ അത് ഒരെണ്ണം എടുത്തിട്ട് നമുക്കിങ്ങനെ രണ്ട് സൈഡിലായിട്ട് കൈ സൂചി വെച്ചിട്ട് തയ്ച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ആരോ പ്രസ് ബട്ടൺ പിടിപ്പിക്കുന്ന കാണിക്കണേന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അതിങ്ങനെ നമ്മൾ കയ്യിലെടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് വെക്കേണ്ട ഭാഗത്ത് ചോക്ക് വെച്ച് അടയാളം ചെയ്തിട്ട് ഇതുപോലെ സൂചി നൂലും എടുക്കുക. അപ്പോൾ ഈ പ്രസ് ബട്ടൻ്റെ സൈഡിൽ കൂടെ ചെറിയ ഹോളുണ്ട് കേട്ടോ. ആ ഹോളിൽ കൂടെ ഇങ്ങനെ നമ്മൾ നൂല് കുത്തിയെടുത്ത് റൗണ്ടാക്കി അങ്ങ് നല്ലോണം സ്റ്റിച്ച് ചെയ്ത് അങ്ങ് വെച്ചാൽ മതി. അതുപോലെ തന്നെ ഈ പ്രസ് ബട്ടണ് കൈസൂചി വെച്ച് തുന്നി വെക്കാതെ തന്നെ അത് നമുക്ക് വെക്കാൻ പറ്റിയൊരു മിഷനുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ പേരും എനിക്ക് അറിഞ്ഞുകൂടാ, സംഭവം എവിടെ നിന്ന് കിട്ടുമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ സ്റ്റിച്ച് സാധനം മേടിക്കുന്ന കടകളിൽ കിട്ടുമോ ഇല്ലയോ എന്ന് ഞാൻ തിരക്കിയിട്ടില്ല കേട്ടോ. ഓരോ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരത് വെച്ച് പെട്ടെന്ന് അങ്ങ് പ്രസ് ചെയ്ത് വെക്കുന്നത്. അപ്പം നല്ല നീറ്റായിരിക്കും കേട്ടോ. ഇപ്പം നമുക്ക് കൈസൂചി വെച്ച് തുന്നി വെക്കുക, സംഭവം എന്തായാലും അവിടെ ഫിറ്റായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ രണ്ട് സൈഡിലും ഇതാ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബാഗ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടൊരു ഹാൻഡ് ബാഗ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ. അകത്തൊരു പോക്കറ്റും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ പഴയ ഫ്രോക്ക് ഇത് അടിപൊളി ഒരു ബാഗാക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രോക്കിൻ്റെ ബാക്കി തുണിയും കൂടെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ബാഗ് കൂടെ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇത്രയും തുണി ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇനി ഒന്ന് 2 പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് 13 ഇഞ്ച് വീതി 13 ഇഞ്ച് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ തുണിക്കടയിൽ നിന്ന് കിട്ടിയ കവറും കൂടെ ഞാൻ ആ ഒരു തുണിയുടെ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുപോലെ വെച്ചിട്ട് 4 സൈഡും തയ്ക്കണം. പിന്നെ ഇടയ്ക്കൂടും കൂടെ ഒന്ന് തയ്യലിട്ട് എടുക്കണേ. അപ്പോൾ അതിവിടെ ഞാൻ കാണിക്കില്ല, അത്രയും ഒന്ന് ചെയ്തെടുത്തുകൊണ്ട് വരണം കേട്ടോ. അപ്പോൾ ഇത് 2 പീസും ആ തുണിക്കടയിലെ കവറുമായിട്ട് വെച്ച് തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് രണ്ടായിട്ടൊന്ന് മടക്കാം കേട്ടോ. അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് രണ്ടായിട്ട് ഇതാ മടക്കുന്നുണ്ട്. അപ്പോൾ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ എൻഡിൽ വന്നിട്ട് നമുക്ക് ഇതാ ഇങ്ങനെ നേരെ ടേപ്പ് വെച്ചിട്ട് ഒരു 3 ഇഞ്ച് നമുക്കൊന്ന് അടയാളം ചെയ്യാം. 3 ഇഞ്ച് അടയാളം ചെയ്യുമ്പോൾ ആ ടേപ്പിൻ്റെ ആ 1 ഇഞ്ചാണ് വരുന്നത്. ആ 1 ഇഞ്ച് വീതിയാണ് നമുക്കവിടെ എടുക്കേണ്ടത്. 3 ഇഞ്ച് താഴോട്ട് അളന്നിട്ട് 1 ഇഞ്ച് വീതിയുടെ അവിടെ നിന്ന് വരച്ചിട്ടുണ്ട്. അതിങ്ങനെ ഒന്ന് കട്ട് ചെയ്യുകയാണ് കേട്ടോ. അത് ആ 1 ഇഞ്ച് വീതിയുടെ അളവിലൊന്ന് 2 സൈഡിൽ നിന്നും കട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ആ 2 സൈഡിൽ നിന്ന് ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് നേരെ ഒന്ന് തയ്ച്ച് വെക്കുക. അടുത്ത സൈഡും അതേപോലെ തന്നെ ഇതുപോലെ മടക്കി വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ബാഗിൻ്റെ ഒരു പീസ് തുണിയും കൂടി ഇതുപോലുണ്ട്, അതും ഇതേ സെയിം ആയിട്ട് ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം ഈ സൈഡിൽ നമ്മൾ ആ കട്ട് ചെയ്ത് ആ 3 ഇഞ്ച് നേരെ കട്ട് ചെയ്ത് ഇത് അകത്തോട്ട് മടക്കി വെച്ചിട്ട് 2 സൈഡിൽ നിന്നും തയ്ച്ച് വെക്കണം. ഇങ്ങനെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ നേരെ മടക്കാൻ പോയത് ഇങ്ങനെ മടക്കണം, മടക്കിയിട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ ബാഗിൻ്റെ അടുത്ത പീസ് തുണിയിലും ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു പീസിലാണ് ഞാൻ കാണിക്കുന്നത്, അടുത്ത പീസിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ 2 പീസും അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പീസ് എടുക്കുക. ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കുക. നടക്ക് ഭാഗം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ചോക്ക് വെച്ചൊന്ന് അടയാളം ചെയ്യുക. അതിനുശേഷം നമുക്ക് വള്ളി പിടിപ്പിക്കാനുള്ള അളവാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ മടക്കി തയ്ച്ചതിൻ്റെ താഴെ നിർത്തിക്കൊണ്ട് ഒരു 2.5 ഇഞ്ച് അങ്ങോട്ടും 2.5 ഇഞ്ച് ഈ സൈഡിലേക്കുമായിട്ട് കറക്റ്റ് അടയാളം ചെയ്യുക. നമ്മൾ ആ വീതിയിൽ മടക്കി തയ്ച്ചതിൻ്റെ താഴ്വശം നിർത്തി വേണം വള്ളി തയ്ച്ച് പിടിപ്പിക്കാൻ. അപ്പോൾ ഞാൻ വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വള്ളി 20 ഇഞ്ച് നീളത്തിലാണ് തയ്ച്ചെടുത്തിരിക്കുന്നത്. ആ വള്ളി ഇതുപോലെ മടക്കി വെച്ചിട്ട് സ്ക്വയറായിട്ട് തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത് 2 സൈഡിൽ നിന്ന്. അപ്പോൾ നമ്മൾ വീതിക്ക് മടക്കി തയ്ച്ച ഭാഗത്തേക്ക് വള്ളി തയ്ച്ച് വെക്കല, അതിൻ്റെ താഴോട്ട് നിർത്തിയാണ് വള്ളി തയ്ച്ച് വെക്കുന്നത്. ഈ കാണിക്കുന്ന പോലെ ഇങ്ങനെ തയ്ച്ച് 2 സൈഡിലുമായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ 2 പീസിലും അതുപോലെ തന്നെ വള്ളി തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ 2 പീസും കൂടെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇതിൻ്റെ 3 സൈഡും കൂടെ ഒന്ന് നമുക്ക് തയ്ച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ 3 സൈഡും ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ, ഒപ്പം വെച്ചിട്ട്. ഇപ്പോൾ 3 സൈഡ് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്വശം ഒന്ന് നമുക്ക് സ്ക്വയറായിട്ട് 2 സൈഡും ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ 3 ഇഞ്ചാണ് അടയാളം ചെയ്യുന്നത്. 3 ഇഞ്ച് നീളം 3 ഇഞ്ച് വീതി കറക്റ്റായിട്ട് എടുത്തിട്ട് സ്ക്വയറായിട്ട് ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒന്ന് ജോയിൻറ്റ് ചെയ്യണം കേട്ടോ.
ഇത് ബാഗിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് നല്ല വശമാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ബാഗിൻ്റെ മേൽ വശത്ത് വള്ളിയാണ് ഇടുന്നത് കേട്ടോ. ഈ വള്ളിയെ പിടിച്ച് മുറുക്കുമ്പോഴത്തേനും രണ്ട് സൈഡിലേക്കും വലിക്കുമ്പോഴത്തേനും ഈ ബാഗ് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരും. വള്ളിയെ പിടിച്ച് തിരിച്ച് പിടിക്കും, ബാഗ് ഓപ്പൺ ആക്കി വിടും. നമ്മുടെ ബാക്ക് പാക്കും പിന്നെ റോപ്പ് ബാഗൊക്കെ ഇല്ല, അതിന് വള്ളി വരത്തില്ല. അതേപോലെ തന്നെ ഇതിനും വള്ളിയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ബാഗിൻ്റെ നീളത്തിനേക്കാട്ടിലും ഒരു 5 ഇഞ്ച് നീളം കൂടെ കൂട്ടിയാണ് ഞാൻ വള്ളി എടുത്തിരിക്കുന്നത്. ആ വള്ളി നമ്മൾ ഇതുപോലെ ഒരു സൈഡിൽ കൂടെ കയറ്റി അടുത്ത സൈഡിൽ വന്ന് പുറത്തെടുക്കണം കേട്ടോ. ഈ വള്ളി ഇടുന്നതിലൊന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡിൽ നിന്ന് പിടിച്ച് വലിക്കുമ്പോൾ കറക്റ്റായിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ ഇട്ട് കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് ഊരി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് ചെറിയ കെട്ടിട്ട് ഒന്നാക്കി നിർത്തുക. അടുത്ത സൈഡിൽ ഇട്ട് കൊടുത്തിട്ട് അത് കെട്ടഴിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സൈഡിൽ നിന്ന് വള്ളി ഇടുന്ന ഇവിടെ നിന്ന് നോക്കണേ. ഇപ്പോൾ ഈ ഒരു സൈഡ് ഞാൻ കൈ കൊണ്ട് കാണിച്ചു തരാം കേട്ടോ, അപ്പം മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് അടുത്ത വള്ളി ഇട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഇതെങ്ങനെ അതിലേ കൊണ്ടുവന്ന് തിരിച്ച് ആ സൈഡിൽ തന്നെ വന്ന് വള്ളി തിരിച്ചിറക്കുകയാണേ. അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിലേക്കും വള്ളി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് സൈഡിലേക്കും പിടിച്ച് വള്ളി വലിക്കുമ്പോഴത്തേനും നമ്മുടെ ബാഗ് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബാഗിന് ഇട്ട് കൊടുത്തിരിക്കുന്ന വള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഗൊക്കെ തയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്ന വള്ളിയായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലിരുന്നുകൊണ്ടാണ് ഞാൻ ഈ വള്ളി ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. പകരം ഈ തുണിയുടെ വള്ളി തന്നെ ചെറിയ വീതി തയ്ച്ചിട്ട് അതിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ വള്ളി തയ്ച്ച വള്ളിയുടെ സൈഡിൽ നമുക്ക് ചെറിയൊരു കുഞ്ചലം പോലെ തയ്ച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് വേണ്ടി ഒരു ചെറിയ സ്ക്വയറായിട്ടൊരു തുണി കട്ട് ചെയ്തെടുത്തിട്ട് അത് കോണോട് മടക്കി ആ വള്ളിയുടെ നടുക്ക് വെച്ചിട്ട് കോണോട് തയ്ച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിങ്ങനെ നല്ല വശമാക്കുമ്പോഴത്തേനും ചെറിയൊരു കുഞ്ചലം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാഗിൻ്റെ വള്ളി ഫ്രീ ആയിട്ട് കിടക്കത്തില്ല, അതിൻ്റെ താഴെ ഒരു കുഞ്ചലം കൂടെ വന്നപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതേപോലെ അടുത്ത സൈഡിലും കൂടെ ഒരു കുഞ്ചലം തയ്ച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള 2 ബാഗാണ് നമ്മൾ ഒരൊറ്റ ഫ്രോക്കിൽ നിന്ന് തയ്ച്ചെടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ബാഗുമാണ്. ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെയാണ് ഡെയിലി യൂസിന് പറ്റിയ സൈസ് ബാഗാണ് കേട്ടോ. 2 ഹാൻഡ് ബാഗും നല്ല ബാഗാണ്. അപ്പോൾ സിമ്പിൾ ബാഗുമാണ്, സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാനും പറ്റും. തയ്യലറിയാൻ മേലാത്തവർക്ക് പോലും നിമിഷ നേരം കൊണ്ട് ഇതുപോലത്തെ ബാഗ് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് ബാഗാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ. നമ്മുടെ പഴയ ഫ്രോക്ക് വെച്ച് അടിപൊളിയായിട്ടുള്ള 2 സൈസിലുള്ള ഹാൻഡ് ബാഗാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ബാഗ് ഇതുവരെയും തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ പഴയ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നല്ല തുണിയിൽ ഇതുപോലത്തെ ബാഗ് തയ്ച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ബാഗുമാണ്. ഈസി ആയിട്ട് തയ്ച്ചെടുക്കാനും പറ്റും. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.